അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒരു ബോധ്യമാണിത്. ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം. അതായത് ദൈവമാണ് ഭരിക്കുന്നത്, ദൈവമാണ് ഭരിക്കുന്നത്, ദൈവമാണ് എൻ്റെ രാജാവ്. ദൈവത്തെയാണ് ഞാൻ പിതാവേ എന്ന് വിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടുന്ന് ദൈവമാണ്. ഈ ഒരു വാക്ക് അത്യുന്നതൻ, ഇത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ദാനിയേലിന്റെ പുസ്തകത്തിലാണ് ഈ വാക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നത്. അത്യുന്നതൻ, സോവറിൻ ലോർഡ് ഓൾമൈറ്റി, സോവറിൻ, അത്യുന്നതൻ, എല്ലാറ്റിനും ഉപരിയായിട്ടുള്ളവൻ, എല്ലാ സാഹചര്യത്തെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവൻ, എല്ലാവർക്കും ഉപരി ആരാണോ അവൻ, എല്ലാവരുടെയും ടോപ്പിലുള്ള ആള്, ദ ടോപ്പ് ഡിസിഷൻ മേക്കർ, അത്യുന്നതൻ. സമാന്തരമായിട്ട് ഒരുപോലെ അർത്ഥമല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് സർവാധിപൻ. സർവാധിപൻ, എല്ലാറ്റിന്റെ അധിപൻ. ചങ്കിനകത്തേക്ക് ഇറങ്ങട്ടെ, നാരായം കൊണ്ട് എഴുതി വെക്ക്, ഹൃദയത്തിനകത്ത് ഒരിക്കലും മായാത്ത ലിഖിതമായിട്ട് അതവിടെ കിടക്കട്ടെ. അത്യുന്നതൻ. ഇപ്പൊ ദാരിദ്ര്യം, രോഗം, തകർച്ച, തടസ്സം, കാലതാമസം, എന്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു വിശ്വാസി പറയണം, അത്യുന്നതനാണ് ലോകം ഭരിക്കുന്നത്, അത്യുന്നതനാണ് എന്റെ ജീവിതം ഭരിക്കുന്നത്, അത്യുന്നതനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ദൈവമാണ് എന്റെ അധിപൻ, ഞാൻ ദൈവ ഭരണത്തിന്റെ കീഴിലാണ്.